ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ്ങിൻ്റെ മേക്കിംഗ് ഫുൾ വീഡിയോ ആണ് കേട്ടോ, ഡീറ്റെയിൽഡ് വീഡിയോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോ കേട്ടോ. നമുക്കിതിന് വേണ്ട കമ്പോണൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗിയർ മോട്ടർ, 2 ഗിയർ മോട്ടർ വേണം. അത് എന്താ പറയുക, ഞാൻ 2 കളറിലാണ് വയർ ഷോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരു ആവശ്യം വരുന്നുണ്ട്. പിന്നെ 2 ടയർ, പിന്നെ ഒരു വീൽ ചെയറിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ചെറിയ വീല്, ഫ്രണ്ട് വീലായിട്ട് യൂസ് ചെയ്യാൻ. പിന്നെ നമുക്ക് വേണ്ട ഒരു കാർ ചാസി, പിന്നെ മിനി ബ്രെഡ് ബോർഡ്, പിന്നെ ഒരു സ്വിച്ച്, പിന്നെ 4 സ്ക്രൂ, പിന്നെ ആർഡിനോ യൂനോ. ഈ സാധനത്തിൻ്റെ ലിങ്ക്, ഇതൊക്കെ വാങ്ങിക്കാനുള്ള ഒരു കിറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ മോട്ടോർ ഡ്രൈവർ വേണം, പിന്നെ ഒരു ലിഥിയം ബാറ്ററിൻ്റെ ഹോൾഡർ, 2 ലിഥിയം ബാറ്ററി ഇടാൻ പറ്റിയ ഹോൾഡറും 2 ലിഥിയം ബാറ്ററിയും. പിന്നെ മെയിൽ ടു മെയിലും ഫീമെയിൽ ടു ഫീമെയിലും ആയിട്ടുള്ള ജമ്പ് വയസ്സ്, അൾട്രാസോണിക് സെൻസർ, സെർവോ മോട്ടർ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സാധാ വയസ്സ്. നമുക്കിതെല്ലാം മാറ്റിയേക്കാം. ഞാൻ പിന്നെ ഒരു 4ത്തിൻ്റെ ലിഥിയം ബാറ്ററി ഹോൾഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് നിങ്ങളതിൽ ഏതുള്ള വെച്ചാൽ അതെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് 2 ബാറ്ററി ഇട്ടാൽ മതി. ബാക്കി 2 നമുക്ക് ഒഴിവാക്കി കളയാം. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഷോർട്ട് ചെയ്ത് കണ്ട് 2 പോസിറ്റീവ് നെഗറ്റീവും, ആ 2 സ്പേസ് വരുന്നിടത്ത് പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് ഷോർട്ട് ചെയ്ത് കണ്ട് നമുക്ക് അത് 4 നിങ്ങളെ കയ്യിലുള്ളത് അങ്ങനെ യൂസ് ചെയ്യാം. അല്ല 2 ആണെങ്കിൽ 2 യൂസ് ചെയ്യാം. 2 ഏക്കാരം കൂടുതൽ എളുപ്പം. അപ്പോൾ നമുക്ക് ആദ്യം സെർവോ മോട്ടർ ഓർഡിനോ യൂണിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഓർഡിനോ യൂണിൽ എടുത്തിട്ട് ഈ സെർവോ മോട്ടർ കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം സെർവോ മോട്ടറിൻ്റെ 3 കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് സെർവോ മോട്ടർ നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് 3 കളേഴ്സ് ഉണ്ടാവുള്ളൂ: റെഡ്, ഓറഞ്ച്, ബ്രൗൺ. അപ്പോൾ റെഡ് നമുക്ക് നേരെ VCC കൊടുക്കാം. VCC അല്ലെങ്കിൽ IOREF എന്ന് പറഞ്ഞൊരു പിന്നും കൂടി ഉണ്ട്. അതിൽ കൊടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. VCC നമുക്ക് വേറെ ആവശ്യത്തിന് യൂസ് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ ബ്രൗൺ കളർ വയർ എന്താ പറയുക, നമുക്ക് കൊടുക്കാനുള്ളത് പറയുകയാണെങ്കിൽ നമ്മുടെ GNDയിലാണ്. പിന്നെ നമ്മളിത് ഓറഞ്ച് കളർ വയർ, അത് ഇതിൻ്റെ പിൻ നമ്പർ 10 കൊടുക്കണം. അനലോഗ് പിന്ന് 10 കൊടുക്കണം. അനലോഗ് അല്ല, ഡിജിറ്റൽ പിന്നാണ്. അപ്പോൾ നമ്മൾ സെർവോ മോട്ടറിൻ്റെ കണക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. കളേഴ്സ് മാറരുത്. ഇതിൽ സെർവോ മോട്ടറിൽ എന്താ കളേഴ്സിലാണ് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അൾട്രാസോണിക് സെൻസറിൻ്റെ കണക്ഷൻസാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മൾ എന്താ പറയുക എഴുതി വെച്ചിട്ടുണ്ട്: VCC, ട്രിഗർ, എക്കോ, GND എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് VCC കൊടുക്കാം. ഞാൻ VCCക്ക് റെഡ് കളർ വയറാണ്. ആ റെഡ് കളർ വയർ ഞാൻ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ ജമ്പർ വയർസ് കണക്ട് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് നേരെ ഓർഡിനോൻ്റെ 5 വോൾട്ട് കൊടുക്കുക. VCC നേരെ ഓർഡിനോൻ്റെ 5 വോൾട്ട് കൊടുക്കുക. അത് പവർ പിന്നാണ്. പവർ പിന്നിലാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് GND, ട്രിഗർ, എക്കോ. അതിൽ GND നേരെ GNDക്ക് 5 വോൾട്ടിന് തൊട്ടപ്പുറത്തുള്ള GNDക്ക് തന്നെ കൊടുക്കുക. പിന്നെ കൊടുക്കാനുള്ളത് നമുക്ക് അതിൻ്റെ ട്രിഗർ പിന്ന് അല്ലെങ്കിൽ എക്കോ പിന്ന്. ഈ 2 ഇനി കൊടുക്കാനുള്ളത്. ഇതിൽ ട്രിഗർ പിന്ന് കൊടുക്കേണ്ടത് നമുക്ക് 9th പിന്നിലും, ഡിജിറ്റൽ പിന്ന് 9, പിന്നെ എക്കോ പിന്ന് കൊടുക്കാനുള്ളത് ഡിജിറ്റൽ പിന്ന് 8ലും. ഇപ്പോൾ നമ്മൾ അൾട്രാസോണിക്കിൻ്റെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ സെർവോൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ളത് എന്താ പറയുക, കുറേ 2 മോട്ടറിൻ്റെയും അതുകൂടാതെ ബാറ്ററീൻ്റെയും കണക്ഷൻസൊക്കെയാണ്. പിന്നെ മോട്ടോർ ഡ്രൈവറിൻ്റെയും. ഈ അൾട്രാസോണിക് സെൻസർ നമുക്ക് ഈ സെർവോ മോട്ടറിൻ്റെ മേലെ വെക്കാനുള്ളത്. കാരണം നമുക്കിത് തിരിഞ്ഞ് നോക്കണ്ടേ, 360 പോലെ. അപ്പോൾ തിരിഞ്ഞ് നോക്കണം ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ വരുമ്പോൾ. അപ്പോൾ ഇതിന് മേലെ ഗ്ലൂ ഗൺ ചൊട്ടിക്കുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം മോട്ടോർ ഡ്രൈവർ എടുക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, കിറ്റായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ ഞാൻ ഈ പ്രൊഡക്ട്സിൻ്റെ ഇതിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കി ഓരോന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മോട്ടോർ ഡ്രൈവർ എടുത്തിട്ട് ഒരു
ഗിയർ മോട്ടർ എടുക്കാം. ബ്ലാക്ക് വയർ രണ്ടും ബ്ലാക്ക് വയർ വരുന്നത്. ഇനി ആ ഗിയർ മോട്ടറിൻ്റെ 2 വയറിൻ്റെയും എൻഡിൽ നമുക്ക് സ്ട്രിപ്പ് ചെയ്ത് കളയാനുണ്ട്. സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റി വെക്കുക. ചുറ്റിയാൽ അതിനൊരു സ്ട്രോങ് കിട്ടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് നടുവായിട്ട് ഒരു സെൻറ്റർ ഭാഗമായിട്ട് ഒന്ന് മടക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ മുഴുവനായിട്ട് നമ്മൾ വയറ് അതിനകത്തേക്ക് വെക്കുമ്പോൾ പുറത്ത് വരാതെ നിൽക്കും. അത് പുറത്ത് വരണമെങ്കിൽ വേറെയുള്ള വയറുകൾ തട്ടിയിട്ട് ഷോർട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെൻറ്റർ ആക്കിയിട്ട് മടക്കുക, ആ സ്ട്രിപ്പ് ചെയ്ത് വാങ്ങുക. അതിനുശേഷം ഈ മോട്ടർ ഡ്രൈവറിൽ 4 പിന്നാണ് നമുക്ക് മോട്ടറിന് കൊടുക്കാനുള്ളത്. ഈ 2 പിന്നെ മേലെ വരുന്ന 2. ഈ അടിയത്തെ 2 ആദ്യം അയക്കുക, സ്ക്രൂ ലൂസ് ചെയ്യുക. അതിനുശേഷം ഫുള്ളായിട്ട് ലൂസ് ചെയ്ത് വെക്കണ്ട, കുറച്ച് ലൂസ് ചെയ്താൽ മതി. എന്നിട്ട് മോട്ടറിൻ്റെ ഒരു വയറ് അതിനകത്തേക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ 2 വയറും നെഗറ്റീവും പോസിറ്റീവും നോക്കണ്ട, ജസ്റ്റ് നേരെ 2ഉം കണക്ട് ചെയ്യാം. 2ഉം ഞാൻ ഒരു ഭാഗത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത മോട്ടർ എടുത്തിട്ട് അതിന് നേരെ ടോപ്പിൽ വരുന്ന ഇതേ സെയിം പിന്നെങ്കിൽ ലൂസ് ചെയ്തിട്ട് അവിടെ ഇതേപോലെ കണക്ട് ചെയ്യാം. 2 അറ്റും അതിൻ്റെ വയറിൻ്റെ കളർ ഞാൻ റെഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇത് മോട്ടർ ചിലപ്പോൾ മാറ്റേണ്ടി വരും, റൊട്ടേറ്റ് ചെയ്ത് ചിലപ്പോൾ വേറെ ഒട്ടും കറക്കേണ്ട ആവശ്യമുണ്ടാവും. ഞാൻ അതിൻ്റെ 2 ഭാഗം സ്ട്രിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് മറ്റേത് ചെയ്ത പോലെ തന്നെ ഇവിടെ അതേപോലെ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനിത് കണക്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. 2 മോട്ടറിൻ്റെയും കണക്ഷൻസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ ഡ്രൈവറിൻ്റെയും ഈ മോട്ടർ ഡ്രൈവർ ആർഡിനോ കൊടുക്കാനുള്ള കണക്ഷൻസ് ഒക്കെയാണ് ഇനി വരുന്നത്. അപ്പോൾ ഇവിടെ ഇനി ബാക്കി വരുന്നത് 3 പിന്ന് വയർ സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം കണക്ട് ചെയ്യാനുള്ള 3 പിന്നും പിന്നെ 4 മെയിൽ പിൻസും വരുന്നുണ്ട്. പിന്നെ ഈ മോട്ടറിൻ്റെ ഒപ്പം 2 ചെറിയ വീല് കിട്ടിയിട്ടുണ്ട്. ഇത് എന്താ യൂസ് എന്ന് എനിക്കറിയില്ല. അതിൻ്റെ യൂസ് എന്താ നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇത് 2 കിട്ടിയിട്ടുള്ളത്, അതും 2 മോട്ടർ നോക്ക്. അപ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 4 ജമ്പർ വയർ എടുക്കുക, ഫീമെയിൽ ടു മെയിൽ. അതിൽ ഈ മോട്ടർ ഡ്രൈവറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഒരു റൈറ്റിലായിട്ട് നമുക്ക് 4 മെയിൽ ഭാഗങ്ങൾ കാണുന്നുണ്ട് ജമ്പർ കണക്ട് ചെയ്യാനുള്ള. അപ്പോൾ ആ ഭാഗത്ത് 4 വയർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. 4 ജമ്പർ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജമ്പർ വയർ ഫീമെയിൽ ടു മെയിൽ എടുത്തിട്ടുള്ളത്. ജമ്പർ വയറിൻ്റെ ഫീമെയിൽ ആ മെയിൽ ഭാഗത്തും പിന്നെ ജമ്പർ വയറിൻ്റെ മെയിൽ നമുക്ക് ഓർഡിനോയിൽ കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡിനോയിൽ ലെഫ്റ്റിൽ നിന്ന് ഫസ്റ്റ് വയർ എടുത്തിട്ട് നേരെ ഓർഡിനോ പിൻ നമ്പർ ഡിജിറ്റൽ പിന്നിൽ 7 കണക്ട് ചെയ്യാം. എന്നിട്ട് മോട്ടോർ ഡ്രൈവറിൽ 2ാമത്തെ പിന്ന് ലെഫ്റ്റിൽ നിന്ന് 2ാമത്തെ പിന്നിൽ നിന്ന് എടുത്തിട്ട് നേരെ 6th പിന്ന് ഡിജിറ്റൽ പിന്ന് 6th കണക്ട് ചെയ്യാം. 3ാമത്തെ പിന്ന് ലെഫ്റ്റിൽ നിന്ന് തന്നെ 3ാമത്തെ പിന്ന് എടുത്തിട്ട് നേരെ ഡിജിറ്റൽ പിന്ന് 5ലും ഇനി 4ാമത്തെ പിന്ന് റൈറ്റിൽ ഫസ്റ്റത്തെ പിന്നും ആണ് ഈ 4ാമത്തെ പിന്ന് വരുന്നത്. അതെടുത്തിട്ട് ഡിജിറ്റൽ പിന്ന് 4 കണക്ട് ചെയ്യാം. അതിൻ്റെ കണക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കാർ ചാസിയിൽ നമുക്ക് ടയർ ഒന്ന് ഫിക്സ് ചെയ്യണം, ഫ്രണ്ട് വീല്. അപ്പോൾ ആദ്യം നമുക്ക് അത് നേരെ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് റെഡി ആവില്ല, മുമ്പ് താന്നുകൊണ്ടായിരിക്കും. അപ്പോൾ അത് റെഡിയാക്കാൻ 4 സ്ക്രൂ ആണെന്ന് പറഞ്ഞിരുന്നു. ആ 4 സ്ക്രൂ ഞാൻ അടിയിൽ നിന്ന് ജസ്റ്റ് മേലോട്ട് ഇട്ടു. അതിന് ശേഷം ഈ ഒരു ഹൈറ്റ് കൂടുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടാവും, ഇതിൻ്റെ ഈ വീലിനൊപ്പം കിട്ടുന്നതാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുക, ജസ്റ്റ് സ്ക്രൂ ചെയ്തെടുക്കുക. ഈ സാധനങ്ങളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇത് 4 ഇതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 കൊടുക്കാനുള്ള കോള് വരുന്നുണ്ട്, അത് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ടയറാണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഹൈറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 4 സ്ക്രൂസ് ഇട്ട് കൊടുക്കുക. ഈ സ്ക്രൂസൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടും കേട്ടോ. ഈ സ്ക്രൂസ് ഇതാ ഇവിടുന്ന് നേരെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മോട്ടർ കണക്ട് ചെയ്യണം, മോട്ടർ ഡ്രൈവർ കണക്ട് ചെയ്യണം, ഓഡിയോ കണക്ട് ചെയ്യണം.
അൾട്രാസോണിക് സെൻസറും സെർവോ മോട്ടറും കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഈ ഭാഗത്താണ് മോട്ടർ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആ വീലൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മേലെ ഈ മോട്ടർ മട്ടിനെ. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു സ്റ്റിക്ക് പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടാവും. അത് ആ ഹോളിൽ കൂടി മേലോട്ട് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഉണ്ട്, ഒരു 4 എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 4 ഇങ്ങനെ വെക്കാനുള്ള 2 ഇവിടെ 2 ആ സൈഡിലായിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇനി ഈ മോട്ടർ ജസ്റ്റ് ഇങ്ങനെ നിരത്തി വെക്കണം. മോട്ടർ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ മോട്ടറിന് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിലൂടെ ഈ വലിയ സ്ക്രൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്ത് ഇതിൻ്റെ നെട്ട് ഇട്ട് ടൈറ്റായി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ മോട്ടറിൻ്റെ മേലെ ഭാഗത്തുള്ള സ്ക്രൂ കണക്ട് ചെയ്യാനുള്ളത് കഴിഞ്ഞു. നമുക്ക് അടിയിലാണ് സ്ക്രൂ ചെയ്യാനുള്ളത്. അതേപോലെ അടിയിലും ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിലൂടെ ഇട്ടതിന് ശേഷം എന്താ പറയുക അപ്പുറത്തെ സൈഡിൽ നിന്ന് നെട്ടിട്ട് കൊടുക്കുക. ഈ ഭാഗത്തായിട്ട് നെട്ട് രണ്ടിൻ്റെയും ഇട്ട് കൊടുക്കുക. 2 നെട്ട് ഉണ്ടാവും ഇതിൻ്റെ ഒപ്പം. ആ നെട്ട് ഇടുക. ഇപ്പം ഞാൻ 2 നെട്ടും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇത് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മോട്ടറിൻ്റെ എന്താ പറയുക ബാക്ക് ഭാഗം, അതായത് നമ്മൾ ആ ഫ്രണ്ടിൽ വീല് വെച്ച ഭാഗം. ഇപ്പോൾ 2 ഞാൻ മോട്ടർ ഞാൻ ഇതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മോട്ടറിൻ്റെ ടയർ നിൽക്കേണ്ടത് കറക്റ്റായിട്ട് ഈ ഒരു കട്ടിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ബാക്കിൽ വരുന്ന ഈ കട്ടിങ്ങിൻ്റെ തൊട്ടടുത്തും ആയിട്ടാണ് വെക്കേണ്ടത്. കറക്റ്റായിട്ട് ഈ ചാസിമ തല തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാറ് വർക്കാവില്ല. അത് റൊട്ടേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 വീലും എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മോട്ടോർ ഡ്രൈവർ ഇതിൻ്റെ മറ്റേ ഭാഗത്താണ് വെക്കേണ്ടത്. ആ സൈഡിൽ നമ്മൾ ആ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം വെക്കേണ്ടത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗത്ത് വെക്കാനുള്ളത്. അപ്പോൾ ഞാനിത് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം വെക്കുന്നത്. നമുക്ക് ഇതിനുള്ള സ്ക്രൂ ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഈ ഓർഡിനോ മോട്ടോർ ഡ്രൈവർ എല്ലാം കറക്റ്റായിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനത് വെക്കുന്ന രൂപം ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്ലൂ ഗൺ ഇടുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇത് എങ്ങനെയൊക്കെയാണ് വെക്കുന്നത് മാത്രം ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ വയർ മോട്ടോർ ഡ്രൈവറിൽ നിന്ന് അയച്ചെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഹോളിലൂടെ മേലക്ക് ഇടാണ്ട്. അപ്പോൾ അത് ഞാൻ മേലക്ക് ഇടാണ്. എന്നിട്ട് ആ സെയിം കണക്ഷൻസ് ഒന്നും കൂടി ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം ഈ കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. എന്നിട്ട് ആ മോട്ടോർ ഡ്രൈവറിൻ്റെ കണക്ഷൻസ് എല്ലാം കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. സാധാ മാതിരി ഞാൻ നേരത്തെ ചെയ്ത പോലെ. അത് ഏത് മോട്ടർ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഉണ്ട്. അപ്പോൾ അത് മാറിയ കുഴപ്പമില്ല. നമുക്കത് കോഡ് ചെയ്തതിന് ശേഷം മാറ്റി കൊടുത്താൽ മതി. ഇനി അത് വെക്കേണ്ട പൊസിഷൻസ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ഓർഡിനോ ഈ ഒരു ഭാഗത്തായിട്ട് ഓർഡിനോ വെക്കുന്നത് 2 വീലിന് സെൻട്രലായിട്ട്. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ നമ്മളെ മോട്ടോർ ഡ്രൈവർ. പിന്നെ ഇതാ ഇവിടെയാണ് എന്താ പറയുക സെർവോ മോട്ടർ കണക്ട് ചെയ്യണമെന്ന്. ഈ സെർവോ മോട്ടറിൻ്റെ മേൽഭാഗത്ത് ഇതേപോലെ നമ്മളെ അൾട്രാസോണിക് സെൻസറും ഒട്ടിക്കണം ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ഒട്ടിക്കാൻ പോവാണ്. പിന്നെ ഇതാ മിനി ബ്രെഡ് ബോർഡ് ആ മോട്ടോർ ഡ്രൈവറിൻ്റെ അപ്പുറത്തായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പൊസിഷൻസ് എല്ലാം മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന്. അത് അങ്ങനെ വെക്കാൻ പറ്റുന്നില്ല ബോർഡുമേ ചാസിമേ. അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിക്കും കേട്ടോ. ഞാൻ ഈ കണക്ഷൻസ് എല്ലാം ഒന്നും കൂടി ചെയ്യാം കേട്ടോ. നമുക്ക് ഈ 2 ബാറ്ററി ഹോൾഡർ കണക്ട് ചെയ്യാണ്ട് ആ കണക്ഷൻസ് എല്ലാത്തതൊക്കെ ഞാൻ കണക്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് അതേപോലെ കണക്ട് ചെയ്യും കേട്ടോ. ഇനിയുള്ളത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ബാറ്ററി ഹോൾഡറിൻ്റെ റെഡ് വയർ എന്ത് ചെയ്യാം, നമ്മളെ പവർ പിന്നിൽ VINക്കും കൊടുക്കുക. പിന്നെ നമ്മുടെ ബ്ലാക്ക് കളർ വയർ GNDക്കും കൊടുക്കുക. പിന്നെ 2 മെയിൽ ടു മെയിൽ ജമ്പർ എടുക്കുക. ആ മെയിൽ ടു മെയിൽ ജമ്പറിൻ്റെ ഒരറ്റം നമ്മൾ ആ ബ്ലാക്ക് കളർ വയർ കൊടുത്ത GNDയിലും കണക്ട് ചെയ്യുക.
മറ്റേ ഒരു ജമ്പർ വയറും കൂടി എടുത്തിട്ട് അതിൻ്റെ മെയിൽ ടു മെയിൽ ജമ്പർ വയറിൻ്റെ ഒരു ഭാഗം VINൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ആ VIN മോട്ടോർ ഡ്രൈവറിൻ്റെ 3 പിന്ന് കൊടുക്കാനുള്ള ഭാഗങ്ങളുണ്ട്. ഒരു 12 വോൾട്ടും GNDയും 5 വോൾട്ടും കൊടുക്കുക. അതിൽ ആ ഭാഗത്ത് VIN നമുക്ക് നേരെ 5 വോൾട്ടിലും GND നേരെ GNDയിലും കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് കോഡാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ കോഡ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടുതരാം. പിന്നെ ഇതിൽ കോഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷം 2 ലിഥിയം ബാറ്ററി ആ ഹോൾഡറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അപ്പോൾ ഇതിൽ സ്വിച്ച് കൊടുത്തിട്ടില്ല. സ്വിച്ച് കൊടുക്കാതെയാണ് ഇപ്പോൾ ഈ വർക്കിംഗ് നിങ്ങൾ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.